ഡോക്ടർ സമ്പത്ത്, CAA എന്ന് എഴുതി വെച്ചാൽ മാത്രമേ, പൗരത്വ ഭേദഗതി നിയമം എന്ന വാക്ക് തന്നെ ഉണ്ടെങ്കിലേ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് പറ്റുകയുള്ളൂ എന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അഡ്വക്കേറ്റ് സേനാപതി വേണു. അല്ലാതെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വായിച്ചെടുത്താൽ അതിനകത്തിൻ്റെ ഉള്ള അന്തരാർത്ഥമൊക്കെ മനസ്സിലാക്കി ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലേ? പിന്നെന്താണ് നിങ്ങൾക്ക് മാത്രം സംശയം? ഡോക്ടർ ലാലെ, ഇതിപ്പോൾ ശ്രീ സേനാപതി രാജു അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായും അദ്ദേഹത്തിന് നിലവിലുള്ള KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് പറഞ്ഞ ആ വാക്കുകളുടെ ചുവട് പിടിച്ചല്ലേ അദ്ദേഹത്തിന് പറയാനായി കഴിയുകയുള്ളൂ. അത് പറയുമ്പോൾ ശ്രീ MMS ഇന്ന് അദ്ദേഹം ഈ CPIMനെ കടന്നാക്രമിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതും ഞാൻ അവരുടെ അധികാരാവകാശങ്ങളൊന്നും ചോദ്യം ചെയ്യുകയല്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്നത് പൗരത്വത്തെ സംബന്ധിച്ചുള്ളത്. എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ പൊതുസ്വത്ത് തീരെഴുതുന്നത്, ഇലക്ട്രൽ ബോണ്ടുകളിൽ കൂടി ഇത്തരത്തിൽ നമ്മുടെ ഈ രാജ്യത്തുള്ള അഴിമതി ഭീകരമായ നിലയിൽ വളർന്നിട്ടുള്ളത്, ഒരു ഫ്രാങ്കൻസ്റ്റീനെ കെട്ടഴിച്ചു വിട്ടതിനേക്കാൾ ഭീകരമായ നിലയിലേക്ക് അത് അഴിമതിയെ നിയമവൽക്കരിക്കുന്ന, വ്യവസ്ഥാപിതമാക്കുന്നത്, അത് ഭരണഘടനാവൽക്കരിക്കുന്നതിലുള്ള ശ്രമത്തിലേക്കാണ് പോയത്. പാർലമെൻറ്റ് ആ വിധത്തിൽ പാസ്സാക്കിയ നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് CPIM ആണ് ഇത്, ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിൽ കക്ഷിയായി ചേർന്നിട്ടുണ്ടായിരുന്നത്. ജസ്റ്റിസ് ഭൂഷൻ്റെ വിധിന്യായത്തിൽ അത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. CPIM വൺ ഓഫ് ദ പെറ്റീഷണേഴ്സ് പൊളിറ്റിക്കൽ പാർട്ടി ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഇത്രയും വലിയ പ്രകടന പത്രികയൊന്നും ഇറക്കാതെ തന്നെ ഒറ്റ വാചകത്തിൽ ഈ വിഷയം പരിഹരിക്കാം. ഒറ്റ വാചകത്തിൽ ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കും എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കും, ഈ പരിശുദ്ധ ഗ്രന്ഥത്തെ സംരക്ഷിക്കും, ഇതിൻ്റെ മൂല്യത്തെ സംരക്ഷിക്കും, ഇതിൻ്റെ സത്തയെ സംരക്ഷിക്കും, ഇതിൻ്റെ ജീവൻ നിലനിർത്തും എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ പ്രശ്നവും തീർന്നല്ലോ, വേറൊന്നും പറയേണ്ടതില്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മളൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രകടന പത്രിക ഒരു ഗ്രാമപഞ്ചായത്ത് തലം മുതൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇലക്ഷൻ മാനിഫെസ്റ്റോ വരുന്നത്? ജനങ്ങളുമായി ബന്ധപ്പെട്ട ജീവൽ സംബന്ധിയായ വിഷയങ്ങൾ, പ്രാദേശികമായ വിഷയങ്ങളുണ്ടാകാം, സംസ്ഥാന തലത്തിലുള്ളതുണ്ടാകാം, രാജ്യത്ത് മൊത്തം ഉണ്ടാകുന്നതുണ്ടാകാം. നമ്മുടെ രാഷ്ട്രം എന്നത് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റൊന്നുമല്ല. ലോകത്തിലെ ഒരു 180-ലധികം രാഷ്ട്രങ്ങളിൽ ഒന്ന് മാത്രമാണ്. ലോകത്തിൻ്റെ ഏത് കോണിലും ഉണ്ടാകുന്ന എന്തെല്ലാം അത്തരത്തിലുള്ള സംഭവവികാസങ്ങളും പ്രത്യാഘാതങ്ങളും നമ്മളെയും ബാധിക്കും, ഒരു സംശയവും വേണ്ട. ഇവിടെ കോൺഗ്രസ് വാസ്തവത്തിൽ എടുക്കേണ്ടിയിരുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൽ സഖാവ് പിണറായി വിജയനെ, CPIMനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അത്തരത്തിൽ ഭത്സിച്ചിട്ട് അവരെ ചില നേതാക്കളെങ്കിലും, ഞാൻ ശ്രീ സേനാപതി രാജുവിനല്ല ഉദ്ദേശിച്ചത്, സേനാപതി വേണുവിനെ അല്ല ഉദ്ദേശിച്ചത്, ശ്രീ സേനാപതി വേണുവിനോട് ക്ഷമിക്കണം, അദ്ദേഹത്തെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചില കോൺഗ്രസ് നേതാക്കൾ, അതെ ശ്രീ സേനാപതി വേണു, ഞാൻ എൻ്റെ സ്ലിപ്പ് ഓഫ് ദ ടങ്, ദയവായി ക്ഷമിക്കുക. അപ്പോൾ അദ്ദേഹത്തിനല്ല ഉദ്ദേശിച്ചത് ഈ ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും വല്ലാതെ ഈ സഭ്യമല്ലാത്ത രീതിയിൽ പോലും ചിലപ്പോൾ ഇടതുപക്ഷ നേതാക്കളെ അങ്ങനെ ആക്രമിക്കാറുണ്ട്. ഇവിടെ ഈ ഞാനൊരു 2 മിനിറ്റ് എടുക്കുന്നുള്ളൂ. പൗരത്വം എന്നത്, ഇത് പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത് ഒരു ലഘുവായ ഒരു വിഷയമല്ല. ഇപ്പോൾ നമ്മൾ 2021 സെൻസസ് ഇതുവരെ നടത്തിയിട്ടില്ല. അത് ഇന്ത്യ ഗവൺമെൻറ്റിന് മാത്രമേ നടത്താനായി കഴിയൂ. ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്നതും ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഇവിടെ ഈ NDA ഗവൺമെൻറ്റിൻ്റെ, BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കഴിവാണ് എന്നുള്ള നിലയിലേക്ക് അവർ കുട്ടിഘോഷിക്കുന്നുണ്ടായല്ലോ, ഓർമ്മയില്ലേ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്മളാണ് എന്നുള്ള നിലയിലേക്ക്. അപ്പോൾ ഇവിടെ 2011 ഏറ്റവും ഒടുവിലത്തെ സെൻസസ് നടന്നത്. കൃത്യമായി 10 കൊല്ലം കൂടുമ്പോൾ കനേഷുമാരി കണക്കെടുപ്പ് നടക്കണം. 2021 നടന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടാണ് സാമൂഹ്യ സാമ്പത്തിക സർവേ നടക്കേണ്ടത്. ആ സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തുന്നത് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഈ സുപ്രീം കോടതിയിൽ ഇന്ത്യ ഗവൺമെൻറ് നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞുള്ള സെൻസസ് ഓർ എനിത്തിങ് എക്കിൻ ടു, അതുമായി താതാത്മ്യമുള്ള മറ്റൊരു തരത്തിലുള്ള കണക്കെടുപ്പുകളും നടത്താൻ പാടില്ല, സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല എന്നുള്ളത്. അപ്പോൾ ഇനി ഈ സെൻസസുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, ആ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് നാഷണൽ സിറ്റിസൺസ് രജിസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഈ പൗരത്വ നിയമ ഭേദഗതി, ഇതൊരു വലിയ ഗുരുതരമായ ഒരു വിഷയമാണ്. ഞാനിപ്പോൾ ശ്രീ സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ ഈ ഒരു ചർച്ചയിൽ ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്. ശ്രീ ജംഷഡ്ജി ടാറ്റ അങ്ങനെ ഈ ഇന്ത്യ ഒരു മതരാഷ്ട്രമാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു?
മദൻ മോഹൻ മാളവ്യ മറ്റൊരു കാര്യം. ഇപ്പോൾ കാരണം ഒരു കാലത്ത് കോൺഗ്രസിനകത്ത് തന്നെയായിരുന്നു ഭരണകക്ഷിയും പ്രതിപക്ഷവുമെല്ലാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെയും സർദാർ പട്ടേലിൻ്റെയും ഏറ്റവും വലിയ വിമർശകരായിരുന്നു ഡോക്ടർ അംബേദ്കർ. ആ ഡോക്ടർ അംബേദ്കർ തന്നെയാണ് നമ്മുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കാനുള്ള സമിതിയുടെ അധ്യക്ഷനായിരുന്നത്. അപ്പോൾ അതേ അന്നത്തെ കാലത്ത് തന്നെ മന്ത്രിയുമായിരുന്നല്ലോ മദൻ മോഹൻ മാളവ്യ. ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകർ കോൺഗ്രസിനകത്ത് തന്നെയല്ലേ പ്രവർത്തിച്ചിരുന്നത്. RSS ആയി മാറിയതിനു ശേഷവും അവർ കോൺഗ്രസിനകത്ത് തന്നെയല്ലേ പ്രവർത്തിച്ചിരുന്നത്. അതെല്ലാം നടന്നിരുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. മഹാത്മാഗാന്ധിയുടെ വധം നടന്നതിന് ശേഷം പലയിടത്തും ലഡു വിതരണം നടത്തിയതിൽ അത്തരത്തിൽ ഈ RSSകാരെന്ന് പറയുന്നവർ അവർ രാഷ്ട്രീയമായവർ പലരും കോൺഗ്രസ്സുകാരായിട്ടുണ്ടായിരുന്നവരുണ്ടായിരുന്നല്ലോ. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഇപ്പം ഞാനിത് ഇപ്പോൾ ഈ CPIM ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ BJP അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ കോൺഗ്രസിനെ വിമർശിക്കുന്നു എന്ന് പറയുന്നു, ഇപ്പോൾ CPI വിമർശിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ പോയിന്റ് ബ്ലാങ്ക് ആയിട്ടല്ലേ CPIMൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ CPIMന് എന്തെല്ലാം പറയണം? CPIM ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ലല്ലോ. ഇവിടെ ജമ്മു കാശ്മീർ ഒരു കാര്യം കൂടി പറഞ്ഞു. ജമ്മു കാശ്മീരിലെ ആ പ്രത്യേക പദവി എന്നത് അനുച്ഛേദം 370 എന്നുള്ളത് ഈ മുമ്പ് സർ CP രാമസ്വാമി അയ്യർ, ഞാനെല്ലാം തിരുവിതാംകൂറുകാരുടെ ഭാഗമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലക്കാരാണ്. അപ്പോൾ ഈ സ്വതന്ത്ര തിരുവിതാംകൂർ വാദം അങ്ങനെ CP രാമസ്വാമിയെ ഉന്നയിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭമല്ല നടന്നത്. അതിൻ്റെ വലിയ പ്രക്ഷോഭത്തിൻ്റെ പരിസമാപ്തിയായിട്ടാണ് പുന്നപ്ര വയലാർ സമരമടക്കം നടക്കുന്നത്. ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് ജനങ്ങളാണ് അന്ന് ഷെയ്ഖ് അബ്ദുള്ള ഷെയറി കാശ്മീരിൻ്റെ നേതൃത്വത്തിലാണ് വലിയ പ്രക്ഷോഭമെല്ലാം നടക്കുന്നത്. രാജാ ഹരിസിംഗ് ഒരു പ്രത്യേക രാജ്യമായി നിൽക്കാനാണ് അത്തരം ആഗ്രഹിച്ചത്, കിങ്ഡമായി നിൽക്കാനാണ് ആഗ്രഹിച്ചത്. ഞാൻ ഇതുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഈ കാര്യത്തിൽ ശ്രീ വേണുവിന് എന്നോടൊരു വിയോജിപ്പുണ്ടാവാൻ സാധ്യതയില്ല ഈ കാര്യത്തെ സംബന്ധിച്ചുള്ളത്. എന്താണെന്നറിയോ, മഹാത്മാഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജമ്മു കാശ്മീർ സന്ദർശിക്കാനിടയായി. ശ്രീ പ്രേംകുമാറും ഈ കാര്യം ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം അവിടെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ്റെ അദ്ദേഹത്തിൻ്റെ ക്ഷണമായിരുന്നു. അവിടെ അങ്ങനെ അദ്ദേഹം പോകുമ്പോൾ ഇത് ഇന്ത്യയോടൊപ്പം ചേരണമെന്നുള്ളത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അവിടെ പോയപ്പോൾ അവിടുത്തെ നാഷണൽ കോൺഫറൻസ്, അന്ന് അതിൻ്റെ പേര് മുസ്ലിം കോൺഫറൻസ് എന്നാണ്, അവർക്ക് നൽകിയൊരു കൊടിയുണ്ട്. അദ്ദേഹമാണ് സമ്മാനിച്ചത്. ആ കൊടിയിൽ കലപ്പയാണ് അടയാളം. ആ കൊടി കെട്ടിയ കാറിലാണ് മഹാത്മാഗാന്ധിയെ ഇവർ ആനയിച്ച് കൊണ്ടുപോയത്. എന്നിട്ട് ഇവരുടെ പല നേതാക്കളൊന്നും ഒളിവിലാണ്, പലരും ജയിലിലാണ്. മഹാത്മാഗാന്ധി രാജാ ഹരിസിംഗിൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി രാജാ ഹരിസിംഗിൻ്റെ പത്നി ഒരു സ്വർണ്ണ തളികയിൽ സ്വർണ്ണ ചഷകത്തിലാണ് ആട്ടിൻപാല് കൊണ്ടുവന്നത്. ഗാന്ധിജി എണീറ്റ് നിന്ന് ആ യുവതിയോട് കൈകൂപ്പി പറഞ്ഞത്, മകളെ, പ്രജകൾ ദുഃഖിതരായിട്ടുള്ള ഒരു രാജ്യത്ത് നിന്ന്, ആ രാജാവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഗാന്ധി പാല് വാങ്ങി കുടിക്കാറില്ല, ക്ഷമിക്കണം. നമ്മൾ ജമ്മു കാശ്മീരിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താ ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, രാജ്യസഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പായിരുന്ന ഒരാളിനെ ഓർമ്മയുണ്ടല്ലോ, ഭുവനേശ്വർ കാളിത്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഭുവനേശ്വർ കാളിത്ത. ഞാനും ഒരേ പാർലമെൻ്ററി കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്ന ആളുകൾ കൂടിയാണ്. അദ്ദേഹം ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും ഒരു സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ BJP എടുത്ത നിലപാടാണ് ശരിയെന്നും പൗരത്വ നിയമ ഭേദഗതിയിൽ BJP എടുത്ത നിലപാടാണ് ശരിയെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ചീഫ് വിപ്പാണ് രാജ്യസഭയിലെ. നേരെ അങ്ങോട്ടേക്ക് BJP ക്യാമ്പിലേക്ക്. ഞാൻ മറ്റേതെങ്കിലും നേതാക്കൾ പോയതോ അശോക് ചവാൻ്റെ കാര്യമോ മറ്റൊന്നും ഞാൻ പറയണില്ല. ആരെയാണ് പേടി, എന്തുകൊണ്ടാണ് പേടി എന്നുള്ളതും EDയെ സംബന്ധിച്ചുള്ളതും അർദ്ധരാത്രിയിൽ അദ്ദേഹം വാവിട്ട് നിലവിളിച്ചിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് കരഞ്ഞു പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. രാഷ്ട്രീയ നിലപാട് എന്നുള്ളത് നിശ്ചയദാർഢ്യത്തോടുകൂടി രാഷ്ട്രീയ നിലപാടായിരിക്കണം. സംഘപരിവാറിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്ന നിലയിലും ഒരു മൃദുഹിന്ദുത്വ നിലപാടും നമുക്ക് കൈക്കൊള്ളാനായി കഴിയില്ല. ഒരു മതനിരപേക്ഷ പാർട്ടി അക്കാര്യത്തിൽ നെഞ്ചുവിരിച്ച് നിന്നുകൊണ്ട് പറയണം. ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യയിലെ ഒരു വലിയ പാർട്ടിയാണ്, ചെറിയ പാർട്ടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ പാർട്ടി മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം മുതൽ ഇങ്ങേ അറ്റത്തേക്ക് നമ്മൾ വരുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, ഇവിടെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിന് മറ്റ് മതനിരപേക്ഷ പാർട്ടികളെയും ഇടതുപക്ഷ പാർട്ടികളെയും പ്രാദേശിക പാർട്ടികളൊക്കെ ആയിക്കോട്ടെ എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്നതായിട്ടുള്ള ഒരു നിലയിലാണല്ലോ വരേണ്ടത്. അങ്ങനെ അല്ലല്ലോ വരുന്നത്. ശരി.